എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ രാവിലത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ഡിന്നറിനൊക്കെ ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല നൈസായിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റുമാലി റൊട്ടിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ സാധാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു റുമാലി റൊട്ടിയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് പൊട്ടറ്റോ കുറുമയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല നൈസായിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റുമാലി റൊട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് ഒപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ട് എടുത്താൽ മതി. ബാക്കി ചേരുവകളും കറക്റ്റായിട്ട് ഒരു ഗ്ലാസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. അപ്പോൾ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയും കൊണ്ട് ചേർക്കുമ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ 2 കപ്പിന് 1/2 കപ്പ് മാത്രം ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടല്ല കുഴച്ചിട്ടെടുക്കുന്നത്, ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ കുഴച്ചിട്ടെടുക്കുന്നത്. ഇനി പാൽ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണമെങ്കിൽ ഇത് കുഴച്ചിട്ടെടുക്കാവുന്നതാണ്. പക്ഷേ എപ്പോഴും ടേസ്റ്റ് നമ്മൾ പാലിൽ തന്നെ കുഴച്ചിട്ടെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ആ ഒരു ഇളം ചൂടുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കുഴച്ചിട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആക്കി വേണം കേട്ടോ നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ 250 ml കപ്പിൽ 1 കപ്പും അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ പാലും കൊണ്ടാണ് കേട്ടോ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ഒരു മാവ് ഇതുപോലെ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ എടുക്കുന്ന ഒരു പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് പാലിൻ്റെ ഒരു അളവും കൂടിയോ കുറഞ്ഞതോ ഇരിക്കാം. ഇതുപോലെ നല്ല സോഫ്റ്റാക്കി നമ്മളൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. മാവ് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ വീണ്ടും ഇതൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. ആ ഒരു മാവ് കുറച്ചും കൂടി നല്ല അയഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീണ്ടും ഇതുപോലൊരു 4-5 മിനിറ്റോളം കുഴച്ച് നല്ല സോഫ്റ്റാക്കി ഞാനിവിടെ മാവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടോ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു അരമണിക്കൂർ നേരത്തേക്ക്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു മാവ് നമ്മളൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഇരുന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിവിടെ കറക്റ്റ് ഒരു 30 മിനിറ്റ് ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, കുറച്ചുകൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മാവ് ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ ഒരു 12 ബോൾസാക്കി നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അത്യാവശ്യം വലിയ പാനാണെങ്കിൽ നമ്മളൊരു 12 ബോൾസാക്കി ഇതുപോലെ ഉരുട്ടിയെടുക്കുക. അല്ലെങ്കിൽ ചെറിയ പാനിലിട്ടാണ് നിങ്ങളിത് ചുട്ടിട്ടെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കി ഒരു 18 ബോൾസാക്കി നമ്മളിതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 12 ബോൾസാക്കി ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്കിപ്പോൾ പരത്താൻ വേണ്ടിയിട്ട് ഒരു മാവ് എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് തന്നെ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോവും. ഒരു കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് മൈദ നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് ചെറിയതായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് അമർത്തി കൊടുക്കുക. വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ ഏകദേശം ഒരു 6-7 ഇഞ്ച് വലുപ്പത്തിൽ ഞാനിതിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ പരത്തി എടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി വേറൊരു മാവ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു വലുപ്പത്തിൽ തന്നെ നമ്മളൊന്ന് പരത്തിയിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പരത്തി ഏകദേശം ആ ഒരു വലുപ്പത്തിൽ തന്നെ രണ്ടാമത്തേത് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ എല്ലാ ഭാഗത്തും ആ ഒരു ഓയിൽ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ എടുത്തിട്ട് ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ സൈഡിലും അതിൻ്റെ സെൻറ്റർ ഭാഗത്തും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച്. അപ്പോൾ ഇതുപോലെ നമ്മളൊരു മൈദയും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ പരത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു മാവില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും രണ്ടും കൂടി ചേർത്തൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കാം. അത്യാവശ്യം നല്ലപോലെ തന്നെ കട്ടി കുറച്ചിട്ട്, ഒരുപാട് തീരെ അങ്ങനെ നൈസായിട്ട് അങ്ങ് ഒട്ടി അങ്ങ് പോകരുത്.
അത്യാവശ്യം നന്നായിട്ട് നല്ല കനം കുറഞ്ഞ് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് കട്ടി കുറയരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമ്മളൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിലും ഒരുപാടങ്ങ് നൈസായി പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാടങ്ങ് കട്ടി കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് അടർത്തി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏകദേശം ഒരു 11 ഇഞ്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കണം. അപ്പോൾ ഇത് ചുട്ടിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പാനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാൻ നല്ല ചൂടായിട്ട് കിടക്കുകയാണ്. നല്ല ചൂടായിട്ട് കിടക്കുന്ന പാനിലേക്ക് വേണം നമുക്ക് ഈ ഒരു റൊട്ടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യത്തെ ആ ഒരു സൈഡ് ഒരു 30 സെക്കൻഡ് നമ്മളൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ റുമാലി റൊട്ടി റെഡിയാക്കുന്ന സമയത്ത് അത്യാവശ്യം വലിപ്പമുള്ള കടായി അടുപ്പിൽ നമ്മൾ കമത്തി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടാണ് റുമാലി റൊട്ടി അവർ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഇതുപോലെ റുമാലി റൊട്ടി വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതുപോലുള്ള കടായിയൊക്കെ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ വെച്ച് നമ്മൾ മറിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് തെന്നി മാറിപ്പോകാൻ നമ്മുടെ കൈയൊക്കെ പൊള്ളാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഇതുപോലെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പാലിൽ തന്നെ ചുട്ടിട്ടെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പക്ക കറക്റ്റ് ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അത്രയും നല്ല നൈസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരു സൈഡ് ഒരു 30 സെക്കൻഡ് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു സൈഡും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വീണ്ടും കുക്ക് ചെയ്യുക. ആ ഒരു സൈഡും കൂടി നമ്മൾ 30 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടി ഒരു 30 സെക്കൻഡ് കൊണ്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഏകദേശം ഒരു 2 മിനിറ്റ് ഒക്കെ മതി കേട്ടോ നമ്മുടെ ഒരു റുമാലി റൊട്ടി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് സമയം ഇട്ട് നമ്മളിത് കുക്ക് ചെയ്യരുത്. ഒരുപാട് സമയം നമ്മളിതിട്ട് കുക്ക് ചെയ്താൽ ഇത് ഒരുപാട് അങ്ങ് കട്ടിയായി പോകും. അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് അങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് അങ്ങ് മാറ്റിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം. ഇത് കണ്ടില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു പരത്തുന്ന സമയത്ത് അതിൽ ഓയിലും ആ ഒരു കുറച്ച് മൈദയൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാൻ പറ്റുന്നത്. ഇതുപോലെ നമ്മൾ അടർത്തിയെടുത്തിട്ട് ഈ ഒരു രീതിക്ക് ഒന്ന് മടക്കിയതിന് ശേഷം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അപ്പം തന്നെ നമ്മൾ ഇതുപോലെ കാസറോളിലിട്ട് അത് അടച്ചു വെച്ച് കൊടുക്കേണ്ടതാണ്. ആ ഒരു കാസറോളിലിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ റുമാലി റൊട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. പുറത്ത് നമ്മൾ ഒരിക്കലും വെക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തി വെക്കുന്ന പോലെ എല്ലാം കൂടെ അങ്ങ് പരത്തി വെക്കരുത്. ഇതുപോലെ ഒരെണ്ണം പരത്തിയിട്ട് അത് ചുട്ടതിന് ശേഷം മാത്രം ബാക്കി പരത്തുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് അടർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, വളരെ നൈസായിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു റുമാലി റൊട്ടി എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാലൊക്കെ ചേർത്ത് ഇത് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് നോൺ വെജോ വെജിറ്റബിൾ കറിയോ ഏത് വേണമെങ്കിലും റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റുമാലി റൊട്ടിയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് പൊട്ടറ്റോ കുറുമയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 6 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 2 ചെറിയ ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ വേണം കേട്ടോ ഈ ഒരു കറി ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്കിലേ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇതുപോലെ പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഈ ഒരു കറിയിൽ. അപ്പോൾ വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ ഒരുപാട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അത്യാവശ്യം എരിവിനായിട്ട് ഈ ഒരു പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറി വരുന്നിടം വരെ ഈ ഒരു എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 4-5 മിനിറ്റോളം ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളർ അത്യാവശ്യം ഒന്ന് മാറി വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 4-5 മിനിറ്റോളം ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും
അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് റെക്കോർഡായിട്ടില്ല. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടികളെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ പോകുന്ന ഈ ഒരു സമയമില്ലേ, ആ ഒരു സമയത്ത് തന്നെ നമ്മൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ വരഞ്ഞിട്ട് ഇതുപോലെ നമ്മളൊരു ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് തന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു മുട്ടയിലും ആ ഒരു മസാലയൊക്കെ നല്ല പോലെ തന്നെ പിടിക്കും. അപ്പോൾ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് തന്നെ എനിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് വന്നാൽ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു അരപ്പെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കൂടിയും പോകരുത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന അരപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ കൈ വിടാതെ നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. നമ്മൾ കൈ വിടാതെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഈ ഒരു കറി ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതങ്ങ് തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ കറി അങ്ങ് പിരിഞ്ഞു പോകും. ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി നല്ല പോലെ തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഉള്ളി വറ്റൽമുളകൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. ഇതുപോലൊരു പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ ആദ്യമേ കടുകൊക്കെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഉള്ളി അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് വറ്റൽമുളകും കൂടെ നമുക്കിതൊന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കറിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു എഗ് പൊട്ടറ്റോ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു റുമാലി റൊട്ടിയുടെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു റുമാലി റൊട്ടിയും ഈ ഒരു എഗ് പൊട്ടറ്റോ കുറുമയും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് കറി കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റുമാലി റൊട്ടിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ റുമാലി റൊട്ടി ഉണ്ടാക്കി നോക്കുക കേട്ടോ. കറക്റ്റ് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. കൂടാതെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലൊക്കെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.